മുന്നേ നമ്മൾ ഡേറ്റിംഗ് ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായം ഉള്ളവരാണോ നിങ്ങൾ? അതോ ഡയറക്റ്റ് ആയിട്ട് അറേഞ്ച്ഡ് മാരേജ്? ഡേറ്റിങ്ങിന് ശേഷം കല്യാണം കഴിക്കണ്ടോ എനിക്ക് തീരെ താല്പര്യമില്ല. നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നു അറേഞ്ച്ഡ് മാരേജ്? ബ്രദർ കസിൻസ്. നമസ്കാരം, തിരുവനന്തപുരം ന്യൂസിന്റെ പബ്ലിക് റിവ്യൂ സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പം ഇവിടെ നിൽക്കുന്ന ട്രിവാൻഡ്രത്തിന്റെ നൈറ്റ് ലൈഫ് അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തിന്റെ ഫസ്റ്റ് നൈറ്റ് ലൈഫ് എന്ന് വിളിക്കാൻ സാധിക്കുന്ന മാനവീയം വീതിയാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇന്ന് മാനവീയം വീതി എന്ന് പറയുന്നത്. അപ്പം ശരിക്കും ആക്ച്വലി ഇവിടുത്തെ ക്രൗഡ് പൊതുവേ ഇതല്ല. ഇന്നിപ്പം എന്നെ പറക്കി കുറച്ച് പേരേ ഉള്ളൂ. രാത്രി ആകുമ്പോഴത്തേക്ക് ഒരു കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും ക്രൗഡ് ഗംഭീരമായ ക്രൗഡായിരിക്കും ഇവിടെ. അപ്പം ഇവിടെ ഉള്ള ആൾക്കാരോട് നമുക്ക് ചില കൊനസ്റ്റ് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അവരുടെ അടുത്തുനിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള മറുപടികളൊക്കെ വാങ്ങിക്കാം. അടിയൊന്നും വാങ്ങിക്കാതിരുന്നാൽ മതി. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം. ഹായ്, എന്റെ പേരെന്താ? ഗായത്രി. അപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു പബ്ലിക് റിവ്യൂ എടുക്കാനാണ് വന്നിരിക്കുന്നത്. എന്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഡേറ്റിങ്ങിന് മുന്നേ അല്ലെങ്കിൽ കല്യാണത്തിന് മുന്നേ നമ്മൾ ഡേറ്റിംഗ് ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായം ഉള്ളവരാണോ നിങ്ങൾ? അതോ ഡയറക്റ്റ് ആയിട്ട് അറേഞ്ച്ഡ് മാരേജ് അങ്ങനെ നോക്കുന്നവരാണോ? കല്യാണത്തിന് മുമ്പ് ഡേറ്റിംഗ് എന്തായാലും ആരെയാണോ കല്യാണം കഴിക്കുന്നത് അയാളെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. അതുകൊണ്ട് ഡേറ്റിംഗ് സപ്പോർട്ട് ചെയ്യും. അതായത് അറേഞ്ച്ഡ് മാരേജിന് ഒരാളെ കണ്ടുപിടിച്ചതിന് ശേഷം അവരുമായിട്ട് കുറച്ച് നാൾ ഡേറ്റ് ചെയ്തിട്ട് വേണം. മിനിമം ഒരു വർഷത്തെ പരിചയമെങ്കിലും വച്ചിട്ട് കല്യാണം കഴിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണ് ഇവിടുത്തെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം സെയിം ആണ്. കാരണം ഒരാളെ അറിയാണ്ട് മാരേജിലോട്ടൊക്കെ കടക്കുന്ന ലൈക്ക് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. സോ ഒബ്വിയസ്ലി ഡേറ്റിംഗ് ഓർ ഏത് അറേഞ്ച് മാരേജ് ആണെങ്കിൽ തന്നെ യു ഹാവ് ടു ഗെറ്റ് ടു നോ ഈച്ച് അതർ ബെറ്റർ ബിഫോർ യു ഗോ ഇറ്റ്. ഓക്കെ, അപ്പൊ ഈ ഒരു വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഒരാളെ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നാണോ പറയുന്നത്? ഒരു ഡോഡൈ പോലെ അല്ലെ, ഒരു 50-50 ഒരു വിൻ സിറ്റുവേഷൻ എടുക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹായ്, പേരെന്താണ്? എവിടെ? ട്രിവാൻഡ്രത്തുള്ള ആൾ തന്നെയാണോ? മാനവീയത്തിലെ സ്ഥിരം ആളാണോ? സ്ഥിരമല്ല, ഞാൻ മൊബൈൽ ടെക്നീഷ്യൻ ആണ്. വർക്ക് എടുത്ത് ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടെ ഇരുന്ന് ചെയ്യും, അല്ലെ ശ്രീകണ്ഠേശ്വരം. ഓക്കെ, അപ്പൊ ഞാൻ ഇന്നൊരു പ്രശ്നമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് കല്യാണത്തിന് മുന്നേ നമ്മൾ ഡേറ്റ് ചെയ്തിട്ട് കല്യാണം കഴിക്കണം എന്നൊരു അഭിപ്രായമുള്ള ഒരാളാണോ? അതോ ഡയറക്റ്റ് ഒരു അറേഞ്ച് മാരേജിലോട്ട് പോകുന്ന ആളാണോ? ഡയറക്റ്റ് അറേഞ്ച് മാരേജ് അല്ല, ലവ് എന്നൊക്കെ ചെയ്തു. ഇങ്ങനെ ഇപ്പം ആരും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ഇതില്ല. ഉണ്ടായിരുന്നു, നമ്മൾ സ്നേഹിച്ച് കെട്ടുകയാണല്ലേ നല്ലത്. ഓക്കെ, അപ്പൊ ഇത് കാണുന്ന എല്ലാവർക്കും ഒരു അവസരമുണ്ട്. ഇവിടെ സിംഗിൾ ആണ്. അപ്പൊ ഈ സ്നേഹിച്ച് കെട്ടാന്ന് പറയുന്നു, ഇപ്പം അങ്ങനെ സ്നേഹിച്ച് കെട്ടിയാലുള്ള ബെനിഫിറ്റ് എന്താണെന്നാണ് ഉദ്ദേശിക്കുന്നത്? ഒരുപാട് മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. ഒരുപാടെന്ന് വെച്ചാൽ നമ്മളെ ഓരോ വിഷമങ്ങളും അത് അറേഞ്ച് മാരേജ് കഴിഞ്ഞാലും പറ്റും. പക്ഷെ അത് നമ്മൾ കുറച്ച് ഗ്യാപ്പ് ആവും. കുറച്ചു കാലം കല്യാണം കഴിഞ്ഞ് ഇപ്പം 1 മാസമോ 2 മാസമോ കഴിഞ്ഞായിരിക്കും ചിലവരൊക്കെ നല്ലപോലെ അടുക്കണം. സ്നേഹിച്ച് കിട്ടിയ അങ്ങനെയല്ലല്ലോ. നമ്മളെല്ലാം അടുത്ത് സംസാരിച്ച് ചിലപ്പോൾ 1, 2, ചിലപ്പോൾ 5, 6 വർഷം സ്നേഹിച്ച് കിട്ടുന്നവരുണ്ടല്ലോ. അപ്പോഴത്തേക്കും ഒരുപാട് അറിയാൻ പറ്റും. അറേഞ്ച് മാരേജ് അങ്ങനെ അറിയാൻ പറ്റത്തില്ല. വീട്ടിലെ ഇതല്ലേ അറിയാൻ പറ്റും, വീട്ടുകാര്. ഇപ്പം ഇതേപോലെ ലവ് മാരേജ് ആണെങ്കിലും അതിന് ആ ഒരു നമ്മൾ ലവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തുള്ള അതേ സ്വഭാവം തന്നെ ആവണം എന്നില്ലല്ലോ അറേഞ്ച്ഡ് മാരേജിന്. ഇപ്പം നമ്മളൊരു ഡേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ പോലും ചിലപ്പം ആളുടെ ക്യാരക്ടർ കുറെ കാലം കഴിയുമ്പോഴത്തേക്ക് മാറാമല്ലോ. എന്നാലും സപ്പോർട്ട് ചെയ്യുന്നത് ഡേറ്റ് ചെയ്തിട്ട് കല്യാണം കഴിക്കുന്നത് തന്നെയാണ്. നമ്മളെ സ്നേഹിച്ച് കിട്ടണായിരിക്കും കൂടുതലും ബെറ്റർ. എന്റെ ഇതിൽ അങ്ങനെയാണ്, അല്ലാതെ കിട്ടുന്നവരുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹായ്, എന്താണ് പേരെന്താണ്? അജിൻ. അപ്പം ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് വന്നിരിക്കുന്നത്. അതായത് കല്യാണത്തിന് മുന്നേ ഡേറ്റ് ചെയ്തിട്ട് കല്യാണം കഴിക്കണം എന്നുള്ളൊരു അഭിപ്രായം ഉള്ളവരാണോ നിങ്ങൾ? അതോ ഡയറക്റ്റ് ആയിട്ട് അറേഞ്ച്ഡ് മാരേജിന് ഓക്കെ ആയിട്ടുള്ളവരാണോ? ഡേറ്റ് ചെയ്തിട്ട് കല്യാണം കഴിക്കാനുള്ളതാണ്. എല്ലാവരും ആ ഒരു അഭിപ്രായക്കാരാണ്. പക്ഷേ ഇപ്പം ഡേറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ ഈ ആളുടെ ക്യാരക്ടർ പൊതുവേ മാറുമല്ലോ. ഇപ്പം നമ്മൾ സ്നേഹിക്കുന്ന പോലെ ആയിരിക്കില്ല കല്യാണം കഴിഞ്ഞിട്ട് എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ പോലും ആ റിസ്ക് എടുക്കാൻ ഓക്കെയാണ്. പ്രേമിച്ചിട്ടുണ്ടോ? ഇതിൽ ആർക്കൊക്കെ ലവ് അഫെയർസ് ഉണ്ട്? എല്ലാം ഓപ്പൺ ആയിട്ട് ഇതുവരെ ഇല്ല. അപ്പം വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒരു 3 സിംഗിളാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു, ബൈ. ഹായ്, എന്താ പേരെന്താ? അമൽ. എന്റെ പേര്. എവിടെ താമസിക്കുന്നത്? ട്രിവാൻഡ്രംകാരാണോ രണ്ടുപേരും? മാനവീയത്തിലെ സ്ഥിരം ആൾക്കാരാണോ? ആണ്. അപ്പോൾ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. സിമ്പിൾ ചോദ്യമാണ്, പേടിക്കാനായിട്ടൊന്നുമില്ല. അതായത് നമ്മൾ കല്യാണത്തിന് മുന്നേ നമ്മൾ ഡേറ്റ് ചെയ്തിട്ട് കല്യാണം കഴിക്കുന്നതാണ് നല്ലത് എന്നുള്ള അഭിപ്രായമുള്ളവരാണോ? അതോ കല്യാണമേ കഴിക്കേണ്ടെന്ന അഭിപ്രായമുള്ളവരാണോ? കല്യാണമേ കഴിക്കേണ്ട അഭിപ്രായമുള്ളവരാണ് രണ്ടുപേരും. അപ്പൊ നിങ്ങൾക്ക് റിലേഷൻഷിപ്സും അതിനോടൊന്നും യാതൊരു താല്പര്യമില്ല? ഇങ്ങനെ സിംഗിൾ ആയിട്ട് നടക്കുന്നതിനാണ് ഇൻട്രസ്റ്റ്? ഇപ്പം സിംഗിൾ ആയിട്ട് നടക്കുന്നതിനാണ് ഇൻട്രസ്റ്റ്. എല്ലാം ആന്ന് പറയുന്നത് എന്തിനോട് പറയണം?
തീർച്ചയായും വരുന്നതായിരിക്കും. അപ്പൊ ഗേൾ ഫ്രണ്ട് കണ്ടു കഴിഞ്ഞാൽ പണി കിട്ടും എന്ന് അറിയാലോ. എന്നിട്ടാണ് സിംഗിൾ ആണ്, എന്നിട്ടാണ് സിംഗിൾ ആണെന്നൊക്കെ പറഞ്ഞേ. അപ്പൊ പറയൂ, അതിന്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. അപ്പൊ കല്യാണം, അപ്പം അങ്ങനെയല്ല, ഇപ്പൊ ഡേറ്റിംഗ് അതേ കുട്ടിയെ തന്നെയാണോ കല്യാണം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്? അതെ, ഇപ്പം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. വേറെ ഒന്നും സംസാരിക്കുന്നില്ല. ഇത് ചാനലിൽ വരും എന്ന് പറഞ്ഞതിന് ശേഷം ചേട്ടൻ ഒന്നും മിണ്ടാനില്ല. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഹായ്, എന്റെ പേരെന്താ? ബഫ. പേരെന്താ? ഷഹനാസ്. ബാവയുടെ പേരെന്താ? ഇഷാൻ. ഓക്കെ, നിങ്ങൾ ട്രിവാൻഡ്രം ബേസ്ഡ് തന്നെയാണോ? ട്രിവാൻഡ്രംകാർ തന്നെയാണോ? ആണല്ലേ. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ടാണ് ഞാൻ വന്നത്. നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നോ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ? ബ്രദർ, കസിൻസ് ആണ്. കേട്ടതിന് തെറ്റിദ്ധരിച്ചു, സോറി. ഓക്കെ, അനിയനാണല്ലേ. ഓക്കെ, സോറി കേട്ടോ. എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കല്യാണത്തിന് മുന്നേ ഡേറ്റ് ചെയ്ത്, കല്യാണം കഴിഞ്ഞാണോ? അല്ല. അപ്പൊ കല്യാണത്തിന് മുന്നേ ഒരു ഡേറ്റിംഗ് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കുന്നതിനോടാണോ താല്പര്യം, അതോ അറേഞ്ച്ഡ് മാരേജ് ഫാമിലി പറഞ്ഞിട്ട് ആ ഒരാളെ കണ്ട് അങ്ങ് ഡയറക്റ്റ് ഒരു കള്ള ശരി ഫാമിലി പറഞ്ഞിട്ട് അതാണോ താല്പര്യം? ധൈര്യമായിട്ട് പറഞ്ഞു. ഉമ്മ ഇവിടെ നിൽപ്പുണ്ടെന്ന് തോന്നുന്നു. ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. രണ്ടും താല്പര്യമുണ്ട്. എന്നാലും കുറച്ചുകൂടെ ഫാമിലി ബേസ്ഡ് ആണ്. ഫാമിലി അല്ല, ഇപ്പൊ ഫാമിലി ബേസ്ഡ് ആണെങ്കിലും ആ ആളായിട്ട് നമുക്കൊരു കുറച്ചു കാലം നമുക്ക് അവരോട് സംസാരിച്ച് മനസ്സിലാക്കി കല്യാണം കഴിക്കാനായിട്ട്. ഇവിടെ കല്യാണം കഴിഞ്ഞാണോ? അല്ല. അപ്പം എന്താണ് താല്പര്യം? പ്രശ്നം ഒന്നും പറയണ്ടല്ലോ. അത് ഉമ്മ ഇവിടെ നിൽക്കുന്നതാണ് രണ്ടൊരു ഫാമിലി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഫാമിലി പറയുന്നത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ രണ്ടിനും അതിൻ്റെതായിട്ടുള്ള മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഹായ്, പേരെന്താ? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കാണാൻ. താങ്ക് യുവിന് വേണ്ടി. ഓക്കെ, അപ്പം എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. സ്റ്റാറ്റസ് എങ്ങനെ, സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ? സിംഗിൾ ആണ്. അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫ്യൂച്ചറിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, ഒരുപാട് പേരും കല്യാണം കഴിക്കാൻ ഇപ്പം ആഗ്രഹിക്കാത്ത ഒരു ജനറേഷനിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇഫ് ഇൻ കേസ് വേറെ ആരെങ്കിലും കല്യാണം കഴിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പം ഡേറ്റിങ്ങിന് ശേഷം കല്യാണം കഴിക്കുന്നതിനോട് എന്തായിരിക്കും സാൻഡ്ര, എന്തായിരിക്കും സാൻഡ്രയുടെ ഒരു ഒപ്പീനിയൻ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ സാൻഡ്ര എന്തായിരിക്കും പറയുന്നത്? ഡേറ്റിങ്ങിന് ശേഷം കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് തീരെ താല്പര്യമില്ല. എന്തുകൊണ്ടാണ്? എന്താ പറയാ, കല്യാണം എന്ന് പറയുന്നത് വേറൊരു ഇതല്ലേ, വേറൊരു പോലെ. ഡേറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മൈൻഡ് അല്ലേ. അതെ, കല്യാണം എന്ന് പറയുന്നത് നമ്മളൊരു മെച്യൂർ ലൈഫിലോട്ട് പോവുക. ഡേറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഗെയിമില് ആ ഒരു അപ്പം എനിക്ക് ഡേറ്റിങ്ങും കല്യാണം ആ ഒരു അങ്ങനെ രണ്ടുകൂടി ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതുപോലെ തന്നെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസും വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് തീർച്ചയായും ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.